നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത്. അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തില് പല്ലവിയോട് മയൂരി വിളിച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ പറയണ്. ലക്ഷ്മി അമ്മയുടെ പിറന്നാളാന്നുള്ള കാര്യം ഇത് കേട്ട് ഞാൻ പല്ലവിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ മയൂരിക്ക് സങ്കടമായിരുന്നു. പിന്നീട് പല്ലവിയും മയൂരിയും കൂടെ ചേർന്നിട്ട് ചില പ്ലാനുകളൊക്കെ നടത്തുന്നുണ്ട്. മയൂരിയുടെ സങ്കടം മാറ്റണം, അതുപോലെ തന്നെ ലക്ഷ്മി അമ്മയ്ക്ക് ഒരു സന്തോഷം കൊടുക്കുകയും വേണം. അതിനു വേണ്ടിയിട്ട് പല്ലവി തന്ത്രങ്ങളൊക്കെ മെനഞ്ഞു. ഒടുവിലും മയൂരി അത് സമ്മതിക്കുകയും ചെയ്തു. ഫോൺ വെച്ച് കഴിഞ്ഞപ്പം സേതുവിന്റെ അടുത്ത് വന്നിട്ട് പല്ലവി പറഞ്ഞു, സേതുവേട്ടാ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്നറിയാവോ? എന്താ പല്ലവി? അത് ഇന്ന് അമ്മയുടെ പിറന്നാളാന്ന് പറയാണ്. ആരുടെ? ലക്ഷ്മി അമ്മയുടെ. അതേന്ന് പറഞ്ഞു. ആഹാ, കൊള്ളാലോ. എന്നിട്ട് അമ്മ ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. അമ്മ മയൂരിയുടെ അടുത്ത് എന്നായിരുന്നു. പിന്നെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയണം. അത് കേട്ടപ്പോ സേതു പറഞ്ഞു, ഈ അമ്മ ഇത് എന്ത് ഭാവിച്ചാ? അമ്മയോട് അങ്ങോട്ടേക്ക് പോകാൻ ആരാ പറഞ്ഞേ? സാരില്ല സേതു കേട്ടാ, ഇനിയിപ്പൊ അതിനെക്കുറിച്ച് അമ്മയോട് ചോദിക്കണ്ട. നമുക്ക് അമ്മയുടെ പിറന്നാള് അതിഗംഭീരമാക്കണ്ടേ, ഒരു സർപ്രൈസ് കൊടുക്കണ്ടേന്ന് ചോദിച്ചു. അല്ല, അമ്മ ഇതുവരെയായിട്ട് ഇങ്ങോട്ടേക്ക് വന്നില്ലല്ലോ. അമ്മ ഇപ്പൊ തന്നെ വരുമായിരിക്കും. വരുന്നതിന് മുമ്പ് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കേണ്ടതുണ്ട്. സേതുവേട്ടൻ വന്നേ, കേക്ക് വാങ്ങണം, പിന്നെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യണം, അത്യാവശ്യം പെട്ടെന്ന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ സേതുവും പല്ലവിയും കൂടെ അതിനും വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. ഈ സമയം മയൂരി വേണുവിന്റെ അടുത്തേക്ക് എന്നു. വേണുവിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, പപ്പ ചെയ്ത എന്താണെങ്കിലും ശരിയല്ല പപ്പ, എന്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ടാണ് പപ്പ അമ്മയെ നിഷ്കരണം വലിച്ചെറിഞ്ഞ് ഒന്നുമല്ലേലും ഇത്രയും കാലം പപ്പയോടെ കഴിഞ്ഞല്ലേ എന്റെ അമ്മയെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഇന്ന് വരെ എന്റെ അമ്മയുടെ പിറന്നാള് ഞാൻ ജനിച്ചതിന് ശേഷം ആഘോഷിക്കാതിരുന്നിട്ടില്ല. ആദ്യമായിട്ടാണ്. പാപം സങ്കടപ്പെട്ട് കരഞ്ഞോണ്ടാ ഈ വീട്ടുമുറ്റത്ത് നിന്ന് ഇറങ്ങിപ്പോയത്. ഈ ശാപമൊക്കെ പപ്പ എവിടെ മേടിച്ചു വെക്കും? അമ്മ ഇവിടെ എന്ത് സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നേ. അമ്മയ്ക്ക് എല്ലാവരോടും എന്ത് സ്നേഹമായിരുന്നു. ആ ഒരു ദിവസങ്ങൾ ഇനി വരുവോ പപ്പ? എനിക്ക് തോന്നില്ല. എന്താണെങ്കിലും ഞാനൊരു കാര്യം തീരുമാനിച്ചു. എനിക്ക് എന്റെ അമ്മയെ വേണം. എന്റെ അമ്മയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് എന്റെ അമ്മയെ കാണണമെന്ന് തോന്നുമ്പോ എനിക്ക് അമ്മയെ കാണണം. എന്റെ അമ്മയുടെ പിറന്നാൾ സെലിബ്രേറ്റ് ചെയ്യാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. പപ്പായിക്ക് വേണമെങ്കിൽ വരാം, ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല. അതും പറഞ്ഞിട്ട് മയൂരി പോവാണ്. മയൂരി ലക്ഷ്മി അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു സമ്മാനമൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചോണ്ടാണ് സേതുവിന്റെ പല്ലുവിന്റെ അടുത്തേക്ക് എഴുന്നേ. ലക്ഷ്മി അമ്മ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മയൂരിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി പറഞ്ഞു, മയൂരി ഇതുവരെയായിട്ട് അമ്മ എത്തിയിട്ടില്ലെന്ന് പറയാ. അമ്മ ചിലപ്പോൾ ക്ഷേത്രത്തിൽ പോയി കാണും. എല്ലാ വർഷവും അമ്മ രാവിലെ ക്ഷേത്രത്തിൽ പോകുന്ന അമ്മയുടെ പിറന്നാളിൻ്റെ അച്ഛനും കൂടെ പോകാറുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അത് പതിവ് തെറ്റിച്ചു. അച്ഛൻ പോയിട്ടില്ല. ഞാൻ വരുന്ന സമയത്ത് അച്ഛനോടെ ഉണ്ടെന്ന് പറഞ്ഞു. പല്ലവി സാരില്ല, അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാല്ലേ നമ്മൾ പോന്നേ. നീ ധൈര്യമായിട്ടിരിക്കുക. എന്ത് വന്നാലും ഏത് വന്നാലും നിന്റെ സേതുവേട്ടനും പല്ലവി ചേച്ചി നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. നീ ഇവിടെ ഇരിക്കുക. അമ്മയ്ക്കൊരു വമ്പ സർപ്രൈസ് തന്നെ കൊടുക്കാം. അല്ലേച്ചി ഇവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യണ്ടേ? ഇതേ കുറച്ചൊക്കെ സേതുവേട്ടൻ ഞാനും പെട്ടെന്ന് ചെയ്തു, ബാക്കിയും കൂടെ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവര് മൂന്നുപേരും കൂടെ കൂടിയിട്ട് പറ്റുന്ന പോലെയൊക്കെ അതിഗംഭീരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ കേക്കിന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കേക്കൊക്കെ വന്നു, അതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുവാണ്. എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി. കുറച്ച് നിമിഷങ്ങൾ കൊണ്ടാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത്. ഈ സമയത്ത് ഇന്ദ്രന്റെ മനസ്സിൽ ചില പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു. ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. ലക്ഷ്മിയും അതോടൊപ്പം പൂർണ്ണിമയും തമ്മിൽ അടിവെക്കുമെന്ന് കരുതിയിരുന്ന, പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ആ സേതുവിനെ അവിടെ നിന്ന് അടിച്ചിറക്കണം. അതിന് വേണ്ടിയിട്ട് എന്തേലും മാർഗം ചെയ്താൽ മതിയുള്ളൂ. എന്താ ചെയ്യേണ്ടതെന്നൊക്കെ തല പോഞ്ഞ് ആലോചിച്ചു. ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്തേലും ചെയ്യണം. ഒരു നിവൃത്തിയില്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്മിനെ ഞങ്ങൾ തീർക്കണം. എന്നിട്ട് ആ കുറ്റം വേണുവിന്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ എളുപ്പമാണ്. ഈ അവസരത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സേതു ഇവിടെയും വേണമെങ്കിൽ ആ കുറ്റം വേണം സേതുവിന്റെ തലയിലും കൂടെ വേണം കെട്ടിവെക്കാം. അതെന്റെ സാഹചര്യം പോലെ എന്താന്ന് വെച്ചാൽ ചെയ്യാം. അങ്ങനെ ചില പ്ലാനുകളൊക്കെ നടത്തുവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. ഒരവസരം കിട്ടണമല്ലോ. അവസരം കിട്ടിയാൽ മാത്രമല്ലേ പോവാനായിട്ട് പറ്റുള്ളൂ. അവിടെ ചെന്ന് വേണം ഇല്ലാതാക്കാനായിട്ട്. അങ്ങനെ ചില ചിന്തകളൊക്കെ ഇന്ദ്രന്റെ മനസ്സിലുണ്ടായി. ഈ സമയം ലക്ഷ്മിയമ്മ ക്ഷേത്രത്തിൽ പോയി മനോരി പ്രാർത്ഥിക്കുവാണ്. എന്റെ ഭഗവാനെ, ഇത്രയും നാളെ ഞാനും വേണുവേണ്ണനും തമ്മിൽ ഒന്നിച്ചായിട്ട് ഇന്ന് വരെ എന്നോടൊപ്പം ക്ഷേത്രത്തിൽ വരാതിരുന്നിട്ടില്ല. എൻ്റെ എല്ലാ പിറന്നാളിലും വരാറുണ്ട്. ഓർമ്മിച്ച് എനിക്ക് വേണ്ടി സമ്മാനങ്ങളൊക്കെ തരാറുണ്ട്. ആ സമ്മാനങ്ങളൊന്നും അല്ലായിരുന്നു എനിക്ക് വലുത്. എല്ലാ പിറന്നാളിലും ഒരു ദിവസം പോലും മറക്കാതെ വേണുവേണ്ണ അത് ഓർത്തിരിക്കും എല്ലാ വർഷത്തെ പിറന്നാള്. എന്നിട്ട് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സങ്കടമായിപ്പോയി ലക്ഷ്മിയമ്മയ്ക്ക്. ലക്ഷ്മിയമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ലക്ഷ്മിയമ്മ മനം ഉരുകി ഇന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചു തൊഴുത് അങ്ങനെ അർച്ചനകളൊക്കെ കഴിപ്പിച്ചാണ് തിരികെ വീട്ടിലേക്ക് മടങ്ങുന്നത്.
അങ്ങനെ വീട്ടിലേക്ക് കഥ തുറന്ന് കയറി വരുമ്പോഴത്തേനും പാർട്ടി പോപ്പ് ഒന്ന് പൊട്ടി. ലക്ഷ്മിയമ്മ ഒരു നിമിഷം ഞെട്ടിപ്പോയി. നോക്കിക്കഴിഞ്ഞപ്പോൾ ഹാപ്പി ബർത്ത്ഡേ അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് ഭിത്തിയിലൊക്കെ അതുപോലെ അത്യാവശ്യം ബലൂണൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. ടേബിളില് കേക്ക് വെച്ചിരിക്കുന്നു. ഒരു നിമിഷം ലക്ഷ്മിയമ്മ അമ്പരന്ന് പോയി. ആ സമയം സേതുവും പല്ലവിയൊക്കെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വരുവാണ്. ലക്ഷ്മി അമ്മയ്ക്ക് കണ്ണു നിറഞ്ഞു. ലക്ഷ്മി അമ്മ രണ്ടുപേരും ചേർത്ത് പിടിച്ചു. എന്നിട്ട് ചോദിച്ചു, സത്യം പറ, ആരാ നിങ്ങളോട് പറഞ്ഞേ എന്റെ പിറന്നാളെ ഇന്നെന്ന്? നിങ്ങൾക്ക് അറിയായിരുന്നോ? ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാ മനസ്സിലാക്കിയെന്ന് ചോദിക്കാം. അത് കേട്ടപ്പം പല്ലവി പറഞ്ഞു, അതിനൊക്കെ ഇവിടെ ഒരാളുണ്ട് എന്ന് പറയണ. അതാരാ? അതൊക്കെ ഉണ്ട്. അപ്പോഴേക്കും ഭയങ്കര സങ്കടമായിപ്പോയി ലക്ഷ്മി അമ്മയ്ക്ക്. എന്റെ പിറന്നാളൊക്കെ മയൂരി മോള് അതിഗംഭീരമായിട്ട് ആഘോഷിക്കുമായിരുന്നു. പാവം, അവൾക്ക് നല്ല വിഷമമായി. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവള് സങ്കടത്തോടെ എന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടെ. അതിന് അമ്മ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല, അവൾ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയണം. അപ്പോഴേക്കും മയൂരി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. മയൂരിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ്. മയൂരി വരില്ല, അല്ലെങ്കിൽ തന്റെ പിറന്നാൾ ആഘോഷത്തിനൊന്നും കാണില്ല എന്ന് കരുതിയിരുന്നാണ്. ഇരട്ടി സന്തോഷമായിരുന്നു ലക്ഷ്മിയമ്മയ്ക്ക്. അങ്ങനെ ലക്ഷ്മിയമ്മ കേക്ക് കട്ട് ചെയ്യണം. സേതുവിനും മയൂരിക്കും പല്ലവിക്കും കൊടുത്തു. ഭയങ്കര സന്തോഷത്തോടെ ലക്ഷ്മിയമ്മ പറഞ്ഞു, എന്റെ മനസ്സിൽ വല്ലാത്തൊരു വിങ്ങലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ആരൊക്കെ ഇല്ലെങ്കിലും എന്റെ മക്കള് കൂടെയുണ്ട്, എന്റെ മരുമോള് കൂടെയുണ്ട്. എനിക്കത് മാത്രം മതി ജീവിക്കാനായിട്ട്. എൻ്റെ ഈ ജീവിതത്തില് എനിക്ക് കുറച്ച് നല്ല നല്ല ഓർമ്മകളും നിമിഷങ്ങളൊക്കെ ഉണ്ട്, അത് മാത്രം മതി. കണ്ണ് നിറഞ്ഞു കഴിഞ്ഞപ്പോ സേതു പറഞ്ഞു, ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്, കരയാൻ പാടില്ല. പല്ലവി വെച്ചു, അമ്മ ക്ഷേത്രത്തിൽ പോയെന്ന് ചോദിക്കുക. ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ ഒന്ന് കണ്ട് തൊഴുതിട്ട് വരുന്ന വഴിയാ. അങ്ങനെ പൂജാമുറി കൊണ്ട് പ്രസാദമൊക്കെ വെച്ച് ലക്ഷ്മിയമ്മ. അതിനുശേഷം ലക്ഷ്മിയമ്മ പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് ഇത്രയും നല്ല രണ്ട് മക്കളെ കിട്ടി, പിന്നെ ഒരു മരുമോളെ കിട്ടി, അതും കുറെ നന്ദികളൊക്കെ പറയാണ്. ഈ സമയം വേണുഗോപാലിന് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ലക്ഷ്മി വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങള്. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തണ്ട. നിങ്ങളുടെ അമ്മയാണ് ഒന്നാം പ്രതി, അവരാണ് നിങ്ങളോട് ചതി ചെയ്തതെന്ന്. അപ്പൊ അമ്മയാണ് തന്നോട് ചതി ചെയ്തേ. എന്നിട്ട് താൻ ഇത്തരങ്ങളിൽ ലക്ഷ്മിയെ കുറ്റപ്പെടുത്തി നിർത്തി. ആകെപ്പാടെ മനസ്സിനൊരു ഭാരമായിരുന്നു. അവളുടെ പിറന്നാൾ ഇതുവരെ ആഘോഷിക്കാതിരുന്നിട്ടില്ല. മയൂരി പോവുകയും ചെയ്തു. സങ്കടം തോന്നിയിട്ട് വേണുഗോപാൽ എന്ത് ചെയ്തു, വണ്ടി എടുത്ത് നേരെ പുറത്തേക്ക് പോന്നു. കാരണം വേണുഗോപാലിന്റെ മനസ്സിൽ കൂടെ ആ സമയത്ത് ലക്ഷ്മി വന്നതിന് ശേഷമുള്ള കുറെ കാര്യങ്ങൾ വരുവാണ്. ലക്ഷ്മി വരുന്നോടം വരെ താൻ ഗുണ്ടാപ്പണി ചെയ്തും ഭയങ്കര പോക്കറായിട്ട് നടന്ന. പക്ഷെ ലക്ഷ്മിയുടെ വരവോടുകൂടി താൻ ലക്ഷ്മി നമ്മളെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ജീവിതം എന്തെന്ന് താൻ അറിഞ്ഞത്. തന്നെ നേർവഴിക്ക് നടത്തിയ ലക്ഷ്മിയാണ്. അതിനുശേഷം ഇന്നോളം അവളെന്ന് വെച്ചാൽ തനിക്ക് ജീവനായിരുന്നു. കാരണം അങ്ങനെയാണ് ലക്ഷ്മിയുടെ പെരുമാറ്റം. ഒന്നിനും ഏതിനും അവളെ വഴക്ക് പറയേണ്ടതായിട്ട് വന്നില്ല. അത്ര കാര്യത്തോടെ അവൾ നിന്നിരുന്നേ. താനെന്ന് വെച്ചാൽ ജീവനായിരുന്നു. എന്നിട്ട് ഒരു നിമിഷം കൊണ്ട് താനെല്ലാം ഇല്ലാതാക്കി. അതൊക്കെ ഓർത്തപ്പോൾ വേണുവിന് ആകെപ്പാടെ ടെൻഷൻ. കണ്ണ് നിറഞ്ഞു വന്നു. വേണു റോഡിലേക്ക് കാർ നിർത്തിയിട്ട് അവിടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയില്ലാതെ. അങ്ങനെ അന്നൊരു സദ്യ തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പല്ലവി സേതു എല്ലാവരും കൂടെ ചേർന്ന് സദ്യയൊക്കെ ഒരുക്കി. ലക്ഷ്മിയമ്മയെ വിളിച്ചു. ലക്ഷ്മിയമ്മയ്ക്ക് ആഹാരമൊക്കെ വാരി കൊടുക്കുന്നുണ്ട് സേതു, അതുപോലെ തന്നെ പല്ലവി. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. മയൂരി ഊണൊക്കെ കഴിഞ്ഞു പായസമൊക്കെ കുടിച്ച് സന്തോഷത്തോടെയാണ് മയൂരിയും പോകുന്നത്. വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി സേതുവിനോട്, സേതുവേട്ടാ നമുക്ക് ഒന്ന് ക്ഷേത്രത്തിൽ പോയാലെന്ന് ചോദിക്കുക. അതെന്താ? അമ്മയുടെ പിറന്നാളല്ലേ, അമ്മ രാവിലെ ക്ഷേത്രത്തിൽ പോയി അമ്മയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് വഴിപാടുകളൊക്കെ നമുക്ക് നടത്തിയിട്ട് വരാം, നമുക്ക് പോയാലോന്ന് ചോദിച്ചു. അതിനെന്താ, പോവാലോന്ന് പറയണ. അങ്ങനെ വൈകുന്നേരം രണ്ടുപേരും കൂടെ പോകാനായിട്ട് ഒരുങ്ങി. ആ സമയം ലക്ഷ്മിയമ്മ പറഞ്ഞു, ഞാൻ വരുന്നില്ല, രാവിലെ ഞാൻ പോയതല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ പിന്നെ കൂടുതൽ നിർബന്ധിക്കാനും പോയില്ല ലക്ഷ്മിയമ്മേനെ. സേതുവും പല്ലവിയും കൂടെ സന്തോഷത്തോടു കൂടിയിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ്. ഈ സമയത്ത് ലക്ഷ്മിയമ്മയുടെ മനസ്സിൽ ഭയങ്കര സന്തോഷമായിരുന്നു. തൻ്റെ മകന് തൻ്റെ ചോരയായതുകൊണ്ടല്ലേ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും അവൻ തന്നെ രക്ഷിച്ചേ. അവനെ ഒരിക്കലും ഉപേക്ഷിച്ചിട്ട് പോയി. പക്ഷെ അവൻ അങ്ങനെയല്ല. തനിക്കൊരു ആപത്ത് വന്നപ്പോൾ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അത് തൻ്റെ മകനായതുകൊണ്ടാണ്. അല്ലാത്ത പക്ഷം വേറെ ആരാണെങ്കിലും തന്നെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി നിർത്താനേ ശ്രമിക്കുള്ളൂ. പക്ഷെ ഇത്രയും കാലം താൻ അവന് കൊടുക്കേണ്ട സ്നേഹം കൊടുക്കാതിരുന്നിട്ട് പോലും അവൻ തൻ്റെ മകനായതുകൊണ്ട് തന്നെ ചേർത്ത് പിടിച്ചത്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം ലക്ഷ്മിയമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ഈ സമയം സേതുവും പല്ലവിയും ക്ഷേത്രത്തിലേക്ക് പോയി. പോകുന്ന വഴിക്ക് ഋതുവിനെ വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്, വല്ല പ്രശ്നങ്ങളുണ്ടോ? അപ്പൊ ഇന്ന് പോയില്ലായിരുന്നു വീട്ടിലേക്ക്. അപ്പൊ ഋതു പറഞ്ഞു, കുഴപ്പമില്ല. അല്ല, നിങ്ങൾ എവിടെയാ? ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോവാന്ന് പറയണം. ക്ഷേത്രത്തിലേക്കോ? അത് ഞാൻ സേതുവേട്ടനുണ്ട്. അപ്പൊ വീട്ടിലോ ലക്ഷ്മിയമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറയണം. ആ സമയമാണ് ഇന്ദ്രൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ഫോൺ ലൗഡ് സ്പീക്കർ ഇട്ട് സംസാരിച്ചുകൊണ്ടിരുന്നോണ്ട് ഇന്ദ്രൻ ആ കാര്യങ്ങളൊക്കെ കേൾക്കുകയാണ്. ഒടുവില് പല്ലവി പറഞ്ഞത്, ശരി, ഞങ്ങൾ ക്ഷേത്രത്തിനടുത്ത് എത്താറായി, പിന്നെ വിളിക്കാം. ഇന്ന് ലക്ഷ്മിയമ്മയുടെ പിറന്നാളായിരുന്നു, അപ്പൊ അതുകൊണ്ട് കുറച്ച് പൂജകളൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഋതുവിന്റെ അടുത്ത് വന്ന് ഇന്ദ്രൻ ചോദിച്ചു, ഓ, സേതുവിന്റെ അമ്മയുടെ പിറന്നാളായിരുന്നു എന്ന്? അതെ. അല്ല,
ക്ഷണമൊന്നും ഇല്ലായിരുന്നോ എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഋതു പറഞ്ഞു, അതെ അത്ര ഗംഭീരമായിട്ടൊന്നും അവിടെ ആഘോഷിക്കുന്നൊന്നും ഇല്ലായിരുന്നു. പിന്നെ ക്ഷണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഓ അല്ലേ ഇപ്പൊ ക്ഷണിച്ചിട്ട് എന്താവാനാ എന്നൊക്കെ ഇന്ദ്രൻ ഒരു ഒഴുക്കം മട്ടി പറഞ്ഞു. പക്ഷെ അവന്റെ മനസ്സ് എവിടെയെങ്ങും ആയിരുന്നില്ല. അവര് ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് വീട്ടിൽ ആരും കാണത്തില്ല. അങ്ങനെയാണെങ്കിൽ ലക്ഷ്മിയമ്മയ്ക്കിട്ട് പണി കൊടുക്കാൻ പറ്റിയ സമയം തന്നെ. അവരെ തീർത്ത് കളയണം എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ഇന്ദ്രന്റെ. അവൻ ആകപ്പാടെ സൈക്കോ മൈൻഡ് ആണല്ലോ. അങ്ങനെ ഇന്ദ്രൻ അവരുടെ പ്ലാനുമായിട്ട് ഇങ്ങനെ ഇറങ്ങി പോവാണ്. നേരെ ആ, ലക്ഷ്മിയമ്മയ്ക്ക് ഇപ്പൊ താമസിക്കുന്ന വീട്ടിലേക്കാണ് ഇന്ദ്രൻ പോണത്. ഈ സമയം ലക്ഷ്മിയമ്മ എന്ത് ചെയ്തു, അത്യാവശ്യം വീട്ടുപണികളൊക്കെ ഒതുക്കിയിട്ട് ആ, വൈകുന്നേരം വിളക്ക് കൊടുത്താണ് നിലവിളക്കൊക്കെ തുടച്ചെടുക്കുവാണ്. അങ്ങനെ തുടച്ചെടുത്തെല്ലാം എണ്ണയും തിരിയൊക്കെ ഇട്ടെല്ലാം സെറ്റ് ചെയ്ത് വെക്കുവാണ്. അപ്പോഴേക്കുമാണ് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ കതവ് തുറന്നു കിടക്കുമായിരുന്നു. ഇന്ദ്രൻ നേരെ അകത്ത് കയറി അവരെ തീർക്കാൻ പറ്റുമോ നോക്കി. പക്ഷെ അകത്ത് വെച്ച് ലക്ഷ്മമ്മ ഒന്നും ചെയ്യാനായിട്ട് ഇന്ദ്രന് പറ്റിയില്ല. ഇന്ദ്രൻ പാത്തും പതുങ്ങി അവിടെ നിന്നു. അതിനുശേഷം ലക്ഷ്മമ്മ എന്ത് ചെയ്തു, സന്ധ്യയായി കഴിഞ്ഞപ്പം വിളക്കൊക്കെ വെച്ചു. അപ്പം സേതു ആണെങ്കിലും പല്ലവി ആണെങ്കിലും ക്ഷേത്രത്തിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. അവര് ദീപാരാധന കഴിഞ്ഞാൽ വരത്തുള്ളൂ. അങ്ങനെ നിലവിളക്കൊക്കെ വെച്ചു. പിന്നെ തുളസി തറ വന്നിങ്ങനെ പ്രാർത്ഥിക്കുവാണ്. ഈ സമയത്ത് സേതു നോക്കിക്കഴിഞ്ഞപ്പോൾ സേതുല്ല ഇന്ദ്രൻ നോക്കിക്കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്ന കാഴ്ചയെ കാണുന്നത്. ഇത് തന്നെ പറ്റിയ സമയം. ഇന്ദ്രൻ എന്ത് ചെയ്തു, കയ്യിൽ ചെറിയൊരു ചരട് പോലത്തെ ഒരു കയറുണ്ടായിരുന്നു. അതെടുത്ത് കറയ്ക്കൊണ്ട് നേരെ അങ്ങോട്ട് ചെല്ലുവാണ് ലക്ഷ്മിയമ്മയെ ഇല്ലാതാക്കാനായിട്ട്. ലക്ഷ്മിയമ്മേനെ കഴുത്തിരിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ആർക്കും ഒരു സംശയം തോന്നാത്ത രീതി വേണം ചെയ്യാനായിട്ട്. ഈ കുറ്റം ഇനിയിപ്പോൾ ആടെ തലയെ വേണം തനിക്ക് കെട്ടിവെക്കാം എന്നൊരു ചിന്ത മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ എന്തായി തീരും എങ്ങനെയായി തീരും എന്ന് അറിയത്തില്ല. ഇന്ദ്രൻ ചിലപ്പോൾ അങ്ങനെ കൊല്ലാൻ തുടങ്ങുമ്പോഴത്തേന് സേതുവും പല്ലവിയും കടന്നു വരുമായിരിക്കും. ഇന്ദ്രനൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ലക്ഷ്മിയമ്മയ്ക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്ദ്രനെ വെറുതെ വിടില്ല സേതു. എന്താണെങ്കിലും അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. കൃത്യസമയത്ത് തന്നെ അവർ വന്ന് രക്ഷിക്കുന്നുണ്ട് ലക്ഷ്മിയമ്മയെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു. നന്ദി.